ഹായ് ഗൈസ്, ഇന്ന് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 50 ലാലേട്ട ആദ്യം തന്നെ വന്നിട്ട് വീട്ടിലോട്ട് പോയിട്ട് അവിടുത്തെ എല്ലായിടത്തും പറഞ്ഞു ഇന്ന് 50ാമത്തെ ദിവസമാണ്. ഈ ബിഗ് ബോസിന് എന്തോ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടെന്ന് പറഞ്ഞു. ബിഗ് ബോസ് പറഞ്ഞു ഇന്ന് 50ാം ദിവസമാണ്, 50ാമത്തെ എപ്പിസോഡാണ്. പകുതി കളികൾ കഴിഞ്ഞു, ഇനി പകുതി കളികളേ ഉള്ളൂ. ഒഴുക്കിനൊത്ത് പതുങ്ങി കളിക്കുന്നവരൊക്കെ ഇനി പ്രസക്തിയില്ല, ഒഴുക്കിന് എതിരെ കളിക്കുന്നവർക്കാണ് ഇനി പ്രസക്തിയാവും. എല്ലാവരും നല്ലപോലെ അങ്ങനെ കളിക്കാൻ പറ്റട്ടെ, എല്ലാവർക്കും ആശംസകൾ തന്ന്. പിന്നെ ലാലേട്ടൻ പറഞ്ഞ എന്തുവാണ്, എല്ലാവർക്കും 50 ദിവസമല്ലേ, അപ്പോൾ എൻ്റെ ഒരു സന്തോഷം. അങ്ങനെ അവിടെ അപ്സരയെ കണ്ടപ്പോൾ ലാലേട്ടന് തോന്നിയത് അപ്സരയ്ക്ക് ഡാൻസ് കളിക്കാൻ മുട്ടിയിരിക്കുകയായിരുന്നു. അങ്ങനെ പാട്ടിട്ട് കൊടുത്തിട്ട് അപ്സര ഡാൻസ് കളിച്ച്, ശ്രീതു ഡാൻസ് കളിച്ച്, ഋഷി ഡാൻസ് കളിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോർ റൂമിൽ എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റുകൾ വന്നു, അവരവരുടെ വീട്ടുകളിൽ നിന്ന് കൊടുത്തയച്ചതും. അപ്പോൾ എല്ലാവർക്കും പല പല വ്യത്യസ്തപരമായിട്ടുള്ള ഗിഫ്റ്റുകളാണ് വന്നത്. കൂടുതലും ഫാമിലിയിൽ നിന്ന് അവരെ ഫോട്ടോ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഗബ്രിക്ക് ക്യാമറ എങ്ങാണ്ടാണ് മുമ്പ് ഇപ്പോൾ ആരാ ഗിഫ്റ്റ് കൊടുത്തത്, ആ ഒരു ക്യാമറയാണ് ഗബ്രിക്ക് ഗിഫ്റ്റായിട്ട് വന്നത്. അപ്പോൾ അതുപോലെ പല ഫോട്ടോകൾ, ഫാമിലി ഫോട്ടോകൾ. നോറയുടെ നോറയുടെ ചെറുക്കൻ്റെ ഫോട്ടോ ആണ്. അപ്പോൾ നോറ ഒരുപാട് ഇമോഷണലായിട്ട് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ഇവനുള്ളതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്, ഫാമിലിയിൽ നിന്ന് പോലും അങ്ങനെ വലിയ സപ്പോർട്ടില്ലായിരുന്നു, ഇതാണ്. അപ്പം എല്ലാവരും ഗിഫ്റ്റ് തന്ന് ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും വീട്ടുകാരടുത്ത് ഫാമിലിയുടെ എന്തെങ്കിലും പറയാനുണ്ടോ പറയാൻ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ രതീഷിൻ്റെ അടുത്ത് ഏറ്റവും ലാസ്റ്റ് ചോദിച്ച് 50ാം ദിവസമായിട്ട് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ രതീഷ് ഇവിടെ കയറി വന്ന സമയത്ത് രതീഷിൻ്റെ വൈഫ് ആ ഒരു വീഡിയോയിൽ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയിൽ രതീഷിൻ്റെ വൈഫ് പറഞ്ഞത് 50ാമത്തെ ദിവസം ഞാൻ ഈ ഇന്നൊരു ഡ്രസ്സ് ഇട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് രതീഷ് കയറി ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഔട്ടായല്ലേ. അപ്പം എന്തോ ഭാഗ്യവശാൽ ആ ഒരു 50ാമത്തെ ദിവസവും ആ ഒരു ഷർട്ട് ഇവിടെ ഇടാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് രതീഷ് ഇങ്ങനെ ലാലേട്ടൻ്റെ പറഞ്ഞു. 50ാമത്തെ ദിവസം 50ാമത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ആഘോഷങ്ങളും സംഭവങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ലാലേട്ടന് പോയി കേക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ 50 എഴുതി ഒരു കേക്ക്. അപ്പോൾ കേക്ക് ചോക്ലേറ്റ് കേക്ക് കണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മളെ മറ്റേ വീഡിയോ, അതായത് 50ാമത്തെ എപ്പിസോഡ് ആയിട്ട് റിലേറ്റ് ചെയ്ത് എല്ലാവരും വിഷ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ, അതിങ്ങനെ കുറേ പേര് കാണിച്ചു. ആദ്യം പബ്ലിക് സൊസൈറ്റിയിലുള്ളവർ, ഓട്ടോക്കാരെ ചേട്ടന്മാരും, പിന്നെ അവിടെ പരിസരത്തുള്ള അങ്ങനത്തെ ഉള്ള ആദ്യ വീഡിയോകളൊന്നും, പിന്നെ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ സീരിയലിലുള്ള സാജൻ സൂര്യ, പിന്നെ ആരുണ്ടായിരുന്നു സാജൻ സൂര്യ, അവർ മറ്റേ പാടത്ത വെങ്കിളി സീരിയലില്ല, അങ്ങനത്തെ സീരിയലിലെ കുറച്ച് പേര് അങ്ങനെ വന്ന്. ഏറ്റവും ലാസ്റ്റ് ആയപ്പം നമ്മളെ സാബു വന്ന്, ബിഗ് ബോസ് വിന്നറായ സാബു വന്ന്, പേളിമാണി, ശ്രീനിഷ്, പിന്നെ അഖിൽമാരാർ, അങ്ങനത്തെ അവരെയൊക്കെ അങ്ങനത്തെ വീഡിയോ ആയിരുന്നു പിന്നെ അതിലിട്ടത്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ലാലേട്ടൻ ചർച്ച ചെയ്തത് മറ്റേ കിച്ചണിലെ പ്രോബ്ലം ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ അൻസിബൽ മാത്രം ജോലി ചെയ്ത് വേറെ ആരും ജോലിക്കില്ലായിരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യം. കിച്ചൺ ടീമിലുള്ളവർ എണീറ്റിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ജിൻഡോ ആയിരുന്നല്ലോ ക്യാപ്റ്റൻ. അപ്പോൾ ജിൻഡോ എന്താണ് മാറ്റാൻ കാരണം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ ജിൻഡോ പറഞ്ഞ് എൻ്റെ അടുത്ത് ചായ ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അൻസിബയുടെ അടുത്ത് പറയാൻ പറഞ്ഞപ്പോൾ അൻസിബയുടെ അടുത്തല്ലല്ലോ പറയേണ്ടത്, ക്യാപ്റ്റൻ്റെ അടുത്തല്ലേ പറയേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് അതിനുണ്ട് ശ്രീതു ജിൻഡോയെ ക്യാപ്റ്റൻ എന്ന് മാറ്റി എന്നൊക്കെയാണ് പറയുന്നത്. ശ്രീതുവിൻ്റെ ചോദിച്ചപ്പോൾ ശ്രീതു പറഞ്ഞ് കള്ളോട് പറയുന്നത് പോയി പറഞ്ഞ്. അതായത് ഞാൻ പറഞ്ഞ് രാവിലെ എണീറ്റിട്ട് ചായ ഇട്ട് വയ്ക്കണം, ചായ ഉണ്ടാക്കണം എന്നല്ല. അപ്പോൾ ജിൻഡോ പറഞ്ഞത് ഞാൻ ബാത്റൂമിൽ പോകാനായിട്ട് മുട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ പോയി പറയാൻ പറ്റൂല, അൻസിബയുടെ അടുത്ത് ശ്രീതു തന്നെ പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കാര്യം. അങ്ങനെ അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ജാസ്മിൻ്റെ ചോദിച്ചെന്താണ് കിച്ചൺ ടീം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞ് കുഴപ്പമില്ലായിരുന്നു. ലാലേട്ടൻ വെച്ചാൽ ആർക്കും കുഴപ്പമില്ലായിരുന്നു, ഇവിടെ എല്ലാവർക്കും കുഴപ്പമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഋഷി എടുത്ത് ചോദിച്ചു, ഋഷി എന്താണ് അൻസിബ മാത്രമേ ഉള്ളൂ? അപ്പോൾ പിന്നെ ഋഷി അൻസിബയെ പറ്റിയല്ലേ പൊക്കി പറയുള്ളൂ. ഇപ്പം അൻസിബ മാത്രമാണ് കിച്ചണിൽ ഉണ്ടായിരുന്നത്. അപ്പം കിച്ചൺ ടീം എന്ന് പറഞ്ഞാൽ അവർ പരിസരത്ത് അവരുടെ സ്ഥലത്തും ഇങ്ങനെ ഉണ്ടായിരിക്കണം, അടുത്തെങ്കിലും ഉണ്ടായിരിക്കണം. ഇവളാണെങ്കിൽ പിന്നെ എന്താണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് പിന്നെ അവരെ പോയി വിളിക്കാനൊന്നും നിൽക്കത്തില്ല, കുക്ക് ചെയ്ത ഒറ്റ ഫ്ലോയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ബാക്കിയുള്ളവർ കട്ട് ചെയ്തിട്ടും അത് ചെയ്തിട്ടും
ഇതാ വരുന്നു പറഞ്ഞങ്ങ് പോവും. അങ്ങനെയൊക്കെ അൻസിബയെ അങ്ങനെ പൊക്കിയല്ല, അൻസിബ തന്നെയായിരുന്നു. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അൻസിബ തന്നെയാണ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. വേറെ ജാസ്മിനാണെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങൾ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ട് ജാസ്മിനും പോവും. ജിൻഡോയും അതുപോലെയൊക്കെ തന്നെയായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. ആ പരിസരത്ത് ചുറ്റുപാട് തന്നെ അവിടെ എന്തെങ്കിലും ആവണമല്ലോ. ആവശ്യപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ സംസാരിക്കുന്നതും ലാലേട്ടൻ ഇതൊക്കെ കാണാനില്ലേ. അപ്പോൾ ലാലേട്ടൻ എല്ലാം അറിഞ്ഞാൽ അതെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അൻസിബ എടുത്ത് ചോദിച്ചു. അപ്പോൾ അൻസിബയും പറഞ്ഞ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒറ്റ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കും, ഇവിടെ എനിക്ക് വേറെ ആരെയും ഹെൽപ്പ് കിട്ടത്തില്ല. ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ വേറെ ആരെങ്കിലും പിറകെ എല്ലാവരും തിരക്കി ഇങ്ങനെ പോകത്തില്ല. പിന്നെ എൻ്റെ ടീമിലുണ്ടായിരുന്നവരെ ഈ ചുറ്റുപാട് തന്നെ കാണത്തില്ല. പിന്നെ എൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന അബി സഹായിച്ചിട്ടുണ്ട്, നോറ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അഭിഷേക് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലത്തെ അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു ഇവരുടെ അടുത്തൊക്കെ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് വരത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അൻസിബ് പറഞ്ഞ് ജിൻഡോ ചേട്ടൻ വലിക്കാൻ പോയൊക്കെ ആയിരിക്കും. പിന്നെ ജാസ്മിനെ പോയി വിളിച്ചാൽ ക്യാപ്റ്റനായാലും ആര് പോയി വിളിച്ചാൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നുവെച്ചാൽ ഗബ്രിയിലൂടെ ഇരുന്നേ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവൻ്റെ കൂടെ ഇരിക്കണമല്ലോ. അപ്പം അവൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് വേറെ ആരും പോയി വിളിച്ചാൽ 5 മിനിറ്റ് 2 മിനിറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അൻസിബ് പറഞ്ഞ രീതി എന്തായാലും പൊളിച്ചടുക്കി കേട്ടാ ഈ ജാസ്മിനെ പറ്റിയിട്ട്. അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ ഞാൻ അവിടെ എന്തെങ്കിലും കട്ടിയാവുള്ളത് കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ അരമുറി തേങ്ങയായിരിക്കും ചിലപ്പോൾ തിരുവുണ്ട്. അതൊക്കെയാണ് വലിയ കാര്യമായിട്ട് പറയുന്നത് വെച്ചേക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അൻസിബ പൊളിച്ചടുക്കി. അപ്പം ലാലേട്ടൻ ചോദിച്ചു ആരടുത്ത്, ശ്രീധുവിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതുപോലെ 5 മിനിറ്റ് ഒക്കെ പറയാറുണ്ടോ? 5 മിനിറ്റ് പറയാറുണ്ട്. ഞാൻ പിന്നെ എന്ത് നടപടി എടുത്തു? ഞാൻ പിന്നെ അതിന് ശേഷം വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുമെന്ന് ശ്രീധു പറഞ്ഞേ. പിന്നെ ശ്രീരേഖ എടുത്ത് ചോദിച്ചു. അപ്പം പറഞ്ഞ എന്താണ് അൻസിബ മാത്രമാണ് ലാലേട്ട ചെയ്തത്. അത് കഴിഞ്ഞ് അബി എടുത്ത് ചോദിച്ചു. അബി പറഞ്ഞ് നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ സഹായിക്കണം, അതാണ് ഞാൻ കണ്ടറിഞ്ഞ് ചെയ്തത്. അവിടെ അൻസിബ മാത്രമേ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ചെയ്തെന്നൊക്കെ പറഞ്ഞ് അബി ഇങ്ങനെ പറയണം. അഭിഷേകൊക്കെ പറയുന്ന കേട്ടിട്ട് ലാലേട്ടന് പവർ ടീം ശരണ്യ എന്താണ് പറയാനുള്ളത്? പക്ഷെ പവർ ടീം എന്ന് പറഞ്ഞ അവർക്ക് ഒരു അധികാരം ഉണ്ടല്ലോ. അപ്പോൾ അവർ ഈ ഒരു നീതികേട് അല്ലെങ്കിൽ ഈ ഒരു തെറ്റ് കണ്ട അവർ എന്തെങ്കിലും അതിനുള്ള എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ടാണ് ലാലേട്ടൻ ചോദിച്ചത് പവർ ടീം എന്താണ് പറയാനുള്ളതെന്ന്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതിനൊന്നും ഒരു തീരുമാനം നടപടിയൊന്നും എടുത്തില്ലെന്ന് ചോദിച്ചു. അപ്പം അതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ലാലേട്ട, ശരണ്യ പറഞ്ഞാണ് തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ലാലേട്ട. വൈകിട്ട് നമ്മൾ ജാസ്മിൻ്റെ അടുത്ത് വൈകിട്ടുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അപ്പോൾ അൻസിബയെ മാറ്റിയിട്ട് ജാസ്മിൻ അപ്പോൾ എന്തൊരു മുട്ടക്കറി ഉണ്ടാക്കി, അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് മട്ടൻ കറി ഉണ്ടാക്കാനുള്ള ഡ്യൂട്ടിയും കൊണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇത് ഒരു ഡ്യൂട്ടി അല്ലേ, ഇതാണ് പണിഷ്മെൻറ്റ്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നിങ്ങൾ പവർ ടീം വീക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല ലാലേട്ട, ആർക്ക് മറ്റേ അൻസിബയ്ക്കും വയ്യ, മറ്റേ ജാസ്മിനും വയ്യ, അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു ഇത് എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ അത് എനിക്ക് നല്ലതായിട്ട് തോന്നിയില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നിങ്ങൾ പവർ ടീം നിങ്ങളെ വീഴ്ചകളെന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്സര എടുത്തു പോയി. അപ്സര ഒരു ഭയങ്കര എന്താണ് അഭിപ്രായം പറയുന്ന വലിയൊരു ഇതാണല്ലോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലാലേട്ടൻ അപ്സര എടുത്ത് വെച്ച്. അപ്പം പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളായിരുന്നു കിച്ചൺ ടീം, നമ്മളൊരു 60 ചപ്പാത്തിയൊക്കെ നമ്മളാണ് ഉണ്ടാക്കിയത്. അത് ഒരാൾക്ക് 4 വെച്ചെങ്കിലും കൊടുക്കാനുള്ള രീതിയിൽ അത്രയ്ക്ക് റിസ്ക് ആയിട്ട് നമ്മൾ ചെയ്ത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ എന്തുകൊണ്ട് കുക്കിംഗ് അറിയെങ്കിൽ പോലും അവിടെ അടുത്ത് പരിസരത്തൊക്കെ ആൾക്കാർ വേണ്ടായിരുന്നു വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യാനും അതെടുക്കാനും ഇതെടുക്കാനൊക്കെ നമുക്ക് ഹെൽപ്പായിട്ട് ആളുകൾ വേണം. അപ്പം അതൊക്കെ നല്ലപോലെ ചെയ്ത് എന്നുള്ളൊരു പ്രസ്താവന നടത്തിയതാണ് ഈ അപ്സര. നോറയെ ഹെൽപ്പ് ചെയ്തു. ഇപ്പം നോറ എടുത്തു വെച്ചു എന്താണ് ഇവിടെ നടന്നത്. അപ്പോൾ നോറ പറഞ്ഞു ഞാൻ കണ്ടപ്പോൾ കാഴ്ചയെന്ന് വെച്ചാൽ അൻസീത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തുവാണ് അപ്പം ജിൻഡോയ്ക്ക് എന്തോ പറയാനായിട്ട് മുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ജിൻഡോ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ട ജിൻഡോയെ എണീപ്പിച്ച്. അപ്പോൾ ജിൻഡോ പറഞ്ഞ് ലാലേട്ട ഞാനാണ് അവിടെ, ഞാൻ കഴിഞ്ഞ ദിവസം തോന്നുന്നു ചോറ് വെച്ച ഞാനാണ്, അവിടെ മീൻ കറി വെച്ച ഞാനാണ്, 4 ദിവസം പാത്രം കഴുകിയ ഞാനാണ്, എല്ലാം ചെയ്യുന്നത് ഞാനാണ്, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ ലാലേട്ടൻ ചോദിച്ച് എല്ലാ ജോലിയും ചെയ്ത ഇയാളെയാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, കൊള്ളാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ കളിയാക്കി ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ അവിടെ കിച്ചൺ ടീമിൽ ആരൊക്കെ ഉണ്ട്? 3 പേരുണ്ട്.
3 പേരിൽ 2 പേരില്ല, അത്രയല്ലേ ഉള്ളൂ. അതും ലാലേട്ടങ്ങനെ ട്രോളി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നോറ എടുത്ത് വീണ്ടും പറഞ്ഞു. അപ്പോൾ നോറ അതിൻ്റെ ഇടയിൽ നോറ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയും, നിങ്ങൾ അടിയിടുന്ന സാധനം വരെ അവിടെ കൊണ്ടുവയ്ക്കുന്ന ആളാണ് ഇപ്പോൾ ഇങ്ങനെ ന്യായം വിടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ വെച്ചാൽ അതെന്തോ സാധനം, എന്തൊരു സാധനം എന്ന് വെച്ചാൽ അന്ന് എന്തോ മെഡിക്കൽ ചെക്കപ്പ് അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ പെട്ടെന്ന് വെള്ളം കുടിച്ചിട്ട് പോകാനായിട്ട് പോകുന്ന സമയത്ത് അത് കഴുകി പൊതിഞ്ഞോ കണ്ടേ വരെയായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് മറന്നുപോയി, ജിൻഡു അവിടെ വെച്ചിട്ട് മറന്നുപോയി. അപ്പോൾ ഈ ജിൻഡു അറിയാണ് വെച്ചത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അത് തമാശയ്ക്ക് വിചാരിച്ചാൽ അത് ഇപ്പോൾ എന്നും കൊണ്ടുവയ്ക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നോറ പറഞ്ഞതെന്ന് വെച്ചാൽ ഇയാൾ ഈ ഒരു സാധനം അവിടെ കൊണ്ടുപോയാണ് കട്ട് ചെയ്യുന്ന സ്ഥലത്ത് അവിടെയാണ് കൊണ്ടുവച്ചത്, അവിടെ വെച്ചാണ് കട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ലാലേട്ടൻ ചോദിച്ചാൽ ആ സാധനം അതാ കട്ട് ചെയ്യുന്നത്, അവിടെ വെച്ചാൽ കട്ട് ചെയ്യുന്നത്, മോനെ നീ എന്താണ് കാണിക്കുന്നത്, അവിടെ വെച്ച് കട്ട് ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴാണ് ജിൻഡു ഈ കാര്യം പറഞ്ഞത്. മെഡിക്കൽ ചെക്കപ്പിൻ്റെ അവിടെ പോയിട്ട് വന്നപ്പം മറന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. മാത്രമല്ല നോറ പറഞ്ഞു, നോറയും അർജുൻ ശ്രീതുവും കൂടെ അപ്സര എടുത്ത് പറഞ്ഞിട്ട് ഒരു സ്കിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം അത് അന്ന് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് എന്തോണം ആ ഒരു സമയത്ത് അവർ ജോലിയൊക്കെ നോറ ചെയ്തിട്ട് വന്നപ്പോൾ ജാസ്മിൻ താങ്ക്സ് എന്ന് പറഞ്ഞ് ഡാൻസ് കളിച്ചെന്ന്, ഇങ്ങനെ സ്റ്റൈലായിട്ട് താങ്ക്സ് എന്ന് പറഞ്ഞതാണ്. അപ്പം ജാസ്മിൻ ആ സമയത്ത് തന്നെ എണീറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ റസ്മിന് ഒരു ചായ കൊണ്ട് കൊടുത്തെന്നായിരിക്കും, നോറ ഉണ്ടാക്കിയിട്ട് ജസ്മിൻ്റെ കൊടുത്തോട്ട് ജാസ്മിന് കൊടുത്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനായിട്ട് ജാസ്മിൻ താങ്ക്സ് എന്ന് പറഞ്ഞതെന്ന് ജാസ്മിൻ പറയുന്നത്. ഇപ്പം നോറ പറയുന്നത് നോറയെ കളിയാക്കിയാണ് എന്നൊക്കെയാണ് നോറ ഇങ്ങനെ പറയുന്നത്. അവർ കീരിയും പാമ്പുകളല്ല നോറയും ജാസ്മിനും. നോറ വിചാരിച്ചതെന്ന് വെച്ചാൽ ജാസ്മിൻ മറ്റേ താങ്ക്സ് പറഞ്ഞു, അതായത് അൻസിബ ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടുകൊണ്ട് ആരെയാണ് നോറ പോയി ജോലി ചെയ്തില്ല. അപ്പോൾ ആ ഒരു ഇതിലാണ് കളിയാക്കി ജാസ്മിൻ താങ്ക്സ് പറഞ്ഞതെന്നാണ് നോറ വിചാരിച്ചിരുന്നത്. അതിൻ്റെ പിറ്റേ ദിവസവും മറ്റേ ക്യാപ്റ്റനാണ് വന്ന് ഇവിടെ പറയേണ്ടത്. ഒരു കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ട്, ക്യാപ്റ്റൻ പറയാത്തുണ്ട്, കിച്ചൻ ക്യാപ്റ്റൻ പറയാത്തുണ്ട്. അൻസിബ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്, ജാസ്മിൻ വന്നില്ല, അത് ചെയ്യുന്നില്ല, വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് പോലും വിളിക്കാൻ പറ്റിയില്ലെന്ന് വെച്ചാൽ വരുന്നു പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പോയാൽ പിന്നെ കിട്ടത്തില്ല, വന്നില്ല. അപ്പോൾ അൻസിബ ആ ഒരു കാര്യം പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് നോറ കൈയടിച്ചപ്പോൾ ജാസ്മിൻ ഒരു വാക്ക് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ നോറ ഈ കംപ്ലൈൻറ്റ് ലാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ജോലി ചെയ്ത് ഞാൻ എന്തൊരു ബോയന്താന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ അടുത്ത് നോറ ഇങ്ങനെ പറയുകയാണ്. അതുമാത്രമല്ല ജാസ്മിൻ പിന്നെ പൊട്ടിത്തെറിച്ചപ്പോൾ ഈ നോറ ജോലി എടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുങ്ങി മാറിയിരിക്കലാണ് പണി എന്ന് പറഞ്ഞ്. അപ്പോൾ എന്നിട്ട് ആ നോറ എടുത്ത് ചോദിച്ചു ഞാൻ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തിരുന്ന ആൾക്കാരെടുത്ത് ചോദിച്ചു. അവർ പറഞ്ഞു ഇല്ല എന്നൊക്കെ പറഞ്ഞേ. അതൊക്കെ അപ്പം നോറയ്ക്ക് തെളിയിക്കണം. നോറയ്ക്ക് ഒരു പ്രസ്താവന നോറയും നടത്തിയാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ മുമ്പേ. കഴിഞ്ഞ് ലാലേട്ടൻ ജാസ്മിൻ്റെ ചോദിച്ചു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഞാൻ കുറച്ചാണ് ചെയ്തിട്ടുള്ളത്, ഓക്കെയാണ്, പക്ഷേ അൻസിബാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് എന്നെ ചെയ്യാവുന്നതിൻ്റെ ഞാൻ പാത്രം കഴുകുകയും കട്ട് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തലയ്ക്കും ദിവസം എനിക്ക് വയ്യായിരുന്നോട്ട് അപ്പോൾ എനിക്ക് തീരെ പനിയുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ഉൽപ്പന്നമുണ്ട്, ഇപ്പോൾ എൻ്റെ ചോദിച്ചാൽ ഉൽപ്പന്നമുണ്ട് ജാസ്മിൻ പറയാണ്. അത് എന്നിട്ട് എനിക്ക് പനിയായിട്ട് കിടന്നിട്ട് പോലും അന്ന് ഒരു പവർ ടാസ്ക് വന്നപ്പോൾ ഞാൻ ചാടി എണീറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതാണ് ഞാൻ വന്ന് എണീറ്റ് ചെയ്യുന്നത്. എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ എണീറ്റ് അതാണ് വന്നത്. പിന്നെ എനിക്ക് വയ്യെങ്കിൽ ഇവിടെ ഒന്നും ഇല്ലല്ലോ, അതൊന്നും കുഴപ്പമില്ല ലാലേട്ടൻ പറഞ്ഞ് അതൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വയ്യായിക വരും, പക്ഷേ അത് നമ്മൾ ടാസ്ക് ആയാലും എന്തായാലും ഒരു പാർട്ടിസിപ്പേഷൻ അത് വേണം, അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ലാലേട്ടൻ ജാസ്മിനെ പറഞ്ഞു. പാർട്ടിസിപ്പേഷൻ്റെ കാര്യം ലാലേട്ടൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറഞ്ഞു അല്ല ലാലേട്ടൻ ഞാനും പാർട്ടിസിപ്പേറ്റ് അങ്ങനെ ഒരു വിചാരത്തോടെയാണ് വന്നത്. ലാലേട്ടൻ പറഞ്ഞു അതെന്താ മടിക്കാതെ അങ്ങ് ചെയ്തോ, നല്ല കാര്യമല്ലേ, അത് വീട്ടിൽ നിന്ന് ചെയ്ത് പിടിക്കും, നിങ്ങൾ കുക്കിങ് അത് ചെയ്തു കൊടുക്കുക പറഞ്ഞാൽ കുക്കിംഗ് ചെയ്തായിരുന്നു പറഞ്ഞു. അപ്പം ലാലേട്ടൻ പറഞ്ഞപ്പം ഹൻസിബയാണ് ഇപ്പം എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഹൻസിബയ്ക്ക് സ്പെഷ്യൽ ക്ലാപ്പ്. അത് കഴിഞ്ഞിട്ട് സ്റ്റോർ റൂമിൽ പോയി ഒരു സാധനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹൻസിബയുടെ ഒരു ഇമോജി വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന ഒരു സംഭവം, ചെറിയൊരു പ്രതിമ പോലെ. അപ്പോൾ ആ ഒരു സാധനം ഹൻസിബയ്ക്ക് ഇങ്ങനെ കൊടുത്ത് ഗിഫ്റ്റായിട്ട്. ഹൻസിബയ്ക്ക് ഈ ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം ലാലേട്ടൻ പറഞ്ഞു എല്ലാവരുടെയും പ്രേക്ഷകരെയും എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ്, ഒരു സംഭവം വന്നിട്ടുണ്ട്. അതായത് ഇത്രയും നല്ലപോലെ ജോലി ചെയ്ത
കിച്ചൺ ടീമിൽ നല്ലപോലെ ജോലി ചെയ്ത ആര് ജിൻഡോയെയും ജാസ്മിനെയും നല്ലതായോണ്ടേ അവരെ അടുത്ത ആഴ്ചയും കൂടെ കിച്ചൺ ടീമിലോട്ട് ഇടാനായിട്ടുള്ള ഒരു നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇടാനായിട്ടുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞപ്പോൾ നോറയും ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര കൈവടി. ഇവർ രണ്ടുപേരും എടുത്ത് വീട്ടും മറ്റേ ഇതിൽ കിച്ചൺ ടീമിൽ ഒന്നുകൂടെ അടുത്ത ആഴ്ച ഇട്ട് ഇവർ ജോലി ചെയ്യാത്ത എന്നുള്ളവർ ഇതിലാണ് ഇട്ടത്. ജിൻഡോയും ജാസ്മിനും ആണല്ലോ കിച്ചൻ്റെ ഇതിൽ. നിങ്ങൾ നല്ല ടീമാണ്, ജയിലിലൊക്കെ എന്ത് സഹകരണവും നല്ല അതൊക്കെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു രണ്ടുപേർത്തും ചോദിച്ചു. രണ്ടുപേരും പറഞ്ഞു നന്നായിരുന്നു, പൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്തെന്തോ സിഗരറ്റ് അങ്ങോട്ടെ നാറ്റമായിട്ട് എല്ലാവരും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ പോയി. അപ്പോൾ അതായത് ജാസ്മിൻ എങ്ങാണ്ടേ പറഞ്ഞു എന്തുകൊണ്ട് ബാത്റൂമിൽ കയറി ജിൻഡോ സിഗരറ്റ് വലിച്ചു, അപ്പോൾ അതിൻ്റെ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റനായ ശ്രീധുവിൻ്റെ പറഞ്ഞു. അപ്പോൾ ശ്രീധുവിൻ്റെ അടുത്ത് ലാലേട്ടങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീധു ഇങ്ങനെ പറയുന്നതാണ് ജാസ്മിൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്യാൻ പോയിട്ട് ഇയാളടുത്ത് ചോദിച്ചപ്പം ഇയാളില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാനവിടെ ചെറിയൊരു ബീഡി കുറ്റി അത് കുറ്റി കിടക്കുന്നുണ്ട്, അതിൽ നിന്ന് ലാലേട്ടൻ വെച്ചാൽ അതിൽ സ്മെല്ല് വരും. അതിൽ നിന്ന് സ്മെല്ല് വരത്തില്ല, പക്ഷേ അതവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ചെറിയൊരു സ്മെല്ല് എനിക്ക് വരുന്ന പോലെ തോന്നുകയും ചെയ്തു. പക്ഷേ ഇയാളടുത്ത് ചോദിച്ചപ്പം ഇല്ലെന്ന്, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ലൈറ്റർ ചോദിച്ചപ്പോൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. മറ്റേ ആ റൂമിൽ നിങ്ങൾ പോയി നോക്കിയോ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ജിൻഡോ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പം ശ്രീധു അർജുനെയും വിളിച്ചുകൊണ്ട് പോയി, അപ്സരയെ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി. അർജുൻ എല്ലാം നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് അവിടെ ഇവിടെയില്ല. അപ്പോൾ ഇങ്ങനെ ഈ കള്ള ഇങ്ങനെ പറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീധു ലാലേട്ടനെ പറഞ്ഞു. ലാലേട്ടൻ ജിൻഡോ അടുത്ത് ചോദിച്ചു എന്താണെന്നോ. ലാലേട്ടൻ ഞാൻ വലിച്ചിട്ടില്ല, ഞാൻ കൊണ്ടുപോയിട്ടുമില്ല, വലിച്ചിട്ടുമില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ റെസിപ്പി പറഞ്ഞിട്ടുണ്ട് ചെറിയതായിട്ട് സ്മെല്ല് വരുന്നു, പക്ഷേ അതങ്ങനെ തോന്നുന്നതാണ്. ലാലേട്ടൻ ജിൻഡോ എടുത്ത് വെച്ച് ജിൻഡോ വലിച്ചിട്ടുണ്ടായില്ല എന്നറിയാനായിട്ട്. അപ്പോൾ ജിൻഡോ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിട്ടുമില്ല, വലിച്ചിട്ടുമില്ല ലാലേട്ട, വെറുതെ സ്മെല്ല് വരുന്നതായിരിക്കും. ഇവിടെ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ റെസിപ്പി പറഞ്ഞിട്ടുണ്ട് സ്മെല്ല് വരുമെന്ന് പറഞ്ഞു. അത് ഞാൻ അവിടെ കൈവാതെ വന്ന് ചില സമയത്ത് ഇരിക്കുന്നതുകൊണ്ടാണ്, അപ്പോൾ കൈവിട്ട് എങ്ങനെയൊക്കെ വരും പറഞ്ഞുകൊണ്ട് ജിൻഡോ ഇങ്ങനെ പറയണം. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചപ്പോൾ സിഗരറ്റ് വലി കൂടിയോ കുറഞ്ഞോ എന്ന് പറഞ്ഞു. ഇല്ല ലാലേട്ട, കൂടിയിട്ടില്ല, കുറഞ്ഞിപ്പോൾ എനിക്ക് ഇത്തിരി പോലെ കുറച്ചേ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തോടുകൂടെ ജിൻഡോ പറഞ്ഞു ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇല്ല, ഒരു 10-20 കിലോ ഒക്കെ മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല ലാലേട്ടൻ ചോദിച്ചു നിങ്ങൾ ജയിലിൽ എത്തി ഉറങ്ങാനും പറ്റാതെ അടിയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അത് ലാലേട്ട നമ്മളവിടെ പോയി കിടന്ന സമയത്ത് ആദ്യം ഇവള് അവിടെ കുടം മാറ്റി വയ്ക്കാൻ പറഞ്ഞു. കുടം മാറ്റി വെച്ചിട്ട് പിന്നെ ആ ഒരു സ്ഥലത്ത് കുടം മാറ്റി വെച്ചിട്ട് പിന്നെ അവൾ പാക്ക് ചെയ്യാൻ പോയി, ബാഗ് പാക്ക് ചെയ്യാൻ പോയിട്ട് പിന്നെ അതായത് ജിൻഡോ പാക്ക് ചെയ്യാൻ പോയിട്ട് വന്നപ്പോൾ ജാസ്മിൻ അവിടെ കിടപ്പായിരുന്നു. അപ്പം ഞാൻ ജിൻഡോയിൽ കൂടെ ഇപ്പുറത്തും കണ്ട കിടന്നിട്ട് എന്താണ് അപ്പോഴത്തേക്ക് തലയിൽ ജാസ്മിൻ്റെ കാല് കയറി, തലയല്ല കയ്യിലിങ്ങനെ കയറി ഇങ്ങനെ കൊണ്ടപ്പം കൃത്യശായി. അങ്ങനെ ജാസ്മിനെ ഒന്ന് കിടത്തി ഉറക്കുമെന്നും പറഞ്ഞുകൊണ്ട് ജിൻഡോ പറഞ്ഞെന്നും. പിന്നെ അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു ജിൻഡോയ്ക്ക് അപ്പോൾ അടിയും കിട്ടില്ല ലാലേട്ടനെ, നല്ലപോലെ കിട്ടി അടി. അത് അവളെ ആ ഒരു ഫീലിൽ മാനസികമായിട്ട് അവൾ തന്നല്ലേ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു അല്ല നിങ്ങൾക്ക് ഇപ്പുറത്ത് കിടക്കാൻ പറ്റൂലേ എന്ന് ചോദിച്ചു. അതായത് ഇവരെ ഇപ്പുറത്ത് AC കിട്ടുന്ന അവിടെയാണല്ലോ ജാസ്മിൻ കിടന്നത്, അവിടെയല്ല ഇതിൻ്റെ ഇപ്പുറത്ത്. അതായത് പിന്നെ രണ്ടാമത് ജിൻഡോ നിർബന്ധിച്ച് കിടത്തിയല്ലോ, അപ്പോൾ അവിടെ കിടന്നുകൂടെ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞ് ലാലേട്ട അവിടെ കിടന്ന ഉറങ്ങാൻ പറ്റൂല, ലൈറ്റിൻ്റെ ഇതും പിന്നെ അവിടെ കിടന്ന പിറം വേദനിക്കുകയായിരിക്കും. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ജയിലതാണ്, ജയിൽ നമുക്ക് നല്ലപോലെ പണിയാൻ പറ്റൂലല്ലോ. അത് ജയിൽ അത് തന്നെ ലാലേട്ടാ, ജയിൽ നമുക്ക് നല്ലപോലെ പറ്റൂലല്ലോ. എല്ലാം മനസ്സമാധാനമായിട്ട് അവിടെ എല്ലാം പോയി ഇതാക്കാനുള്ള നിങ്ങൾ അവിടെ പോയി അവിടെ അടിയായിരുന്നു പറഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങനെ പറയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ജിൻഡോ പറഞ്ഞ് പിന്നെ ഈ അങ്ങനെ കിടന്നിട്ടും പിന്നെ കുറേ നേരം കഴിഞ്ഞ് നോക്കിയപ്പം പിന്നും ജാസ്മിൻ പഴയതുപോലെ കിടന്ന്. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. അതായത് ജിൻഡോ തലയുടെ നേർക്ക് പിന്നെ ജാസ്മിൻ്റെ കാല് പിന്നെ അപ്പോഴും കൊണ്ട് പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. എങ്ങനെയെങ്കിലും പിന്നെ രാവിലെ ആയിട്ടെന്ന് വിചാരിച്ചങ്ങ് പോയെന്നും പറഞ്ഞിട്ട് ജിൻഡോ ഇങ്ങനെ പറയും. എന്നിട്ട് ചോദിച്ച് ജാസ്മിൻ എത്ര തവണ പോയിട്ടുണ്ട്, ജിൻഡോ എത്ര തവണ പോയിട്ടുണ്ട്. ജിൻഡോ 2 വട്ടവും ജാസ്മിൻ 3 വട്ടവും. നിങ്ങളെല്ലാം ഇപ്പം നല്ല പരിചയമുള്ള ആൾക്കാരാണേ. ഇപ്പോൾ ജയിലിൽ അവിടെ പോയിട്ട് അവിടെ ഒരു പണിഷ്മെൻറ്റ് ഏരിയയാണ്. അവിടെ ആൾക്കാർ ഭക്ഷണം കൊണ്ടുവരുന്ന ആൾക്കാർ അപ്പുറത്തോട്ട് സംസാരിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നത്. നമുക്കത് സ്ട്രിക്റ്റ് ആക്കാൻ പറ്റും, നമുക്ക് സീരിയസ് ആയിട്ട് അത് എടുക്കാൻ പറ്റും, അങ്ങനെ എടുക്കേണ്ടി വരും. അതായത് ആരെയും കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ജയിലാണ്,
എന്നൊക്കെ പറഞ്ഞ് ലാലേട്ട അവരെ പറഞ്ഞ് ഇതാക്കി, സീരിയസ് എന്നുള്ള ഇതിൽ ഇതാക്കി. ലാലേട്ട വന്നിട്ട് പിന്നെ പറഞ്ഞത്, നിങ്ങൾ ഫസ്റ്റ് അവിടുത്തെ എല്ലായിടത്തും അവിടെ ഇരിക്കുന്നവർക്ക് വീട്ടിൽ എല്ലായിടത്തും പറയാണ്, അതായത് നിങ്ങൾ വന്നപ്പം എൻ്റെ അടുത്ത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് കയറിയ ഓർമ്മ ഉണ്ടോ? എനിക്കൊരു പേടിയില്ല, ഞാൻ നല്ലപോലെ കളിക്കും എന്നൊക്കെ പറഞ്ഞ് പലരും പല ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ 50 ദിവസമായി. അപ്പോൾ പലരെയും വീഡിയോകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഫസ്റ്റ് ഈ ബിഗ് ബോസിൽ ഫസ്റ്റ് എല്ലാവരും ഓഡിഷന് വരുമ്പോൾ പറഞ്ഞ കാര്യം, അതായത് ഈ ലാലേട്ടൻ്റെ മുമ്പ് ഈ ഫസ്റ്റ് ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയ്ക്കൊക്കെ മുമ്പ് ഓഡിഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓഡിഷൻ, ബിഗ് ബോസ് ഓഡിഷന് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് എല്ലാവരും ഭയങ്കര ഇതായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതിൽ കുറേ പേരൊന്നും ആ രീതിയിലും അല്ല നിൽക്കുന്നത്. ഈ സീക്രട്ട് ഏജൻ്റൊക്കെ ഭയങ്കര ഹൈപ്പൊക്കെ ആയിട്ട്, സായി കൃഷ്ണ അവരൊക്കെ ഭയങ്കര ഹൈപ്പൊക്കെ ആയിട്ട് കൊടുത്തിട്ട് വന്ന ആ വീഡിയോ ഒക്കെ കണ്ടപ്പം അവിടെ ഇരിക്കുന്നവരൊക്കെ പലരും ചിരിക്കാണ്ടായി. എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞതൊന്നും അല്ല ഇവിടെ കാണിക്കുന്നത്. അപ്പം ഓഡിഷൻ്റെ എല്ലാവരും ഓഡിഷന് വന്നിട്ടുള്ള ആ വീഡിയോയോട് പിന്നെ കാണിച്ചത്. അപ്പോൾ ഋഷി ആ ഒരു ഓഡിഷൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഷോർട്ട് ടെമ്പേർഡാണ്. അപ്പോൾ ലാലേട്ടൻ ഋഷി എന്താണെന്നുള്ളത് എണീപ്പിച്ച് ചോദിച്ചപ്പോൾ ഋഷി പറഞ്ഞു, ഞാൻ ഷോർട്ട് ടെമ്പേർഡാണ്, ഞാൻ ഭയങ്കര അടങ്ങി ഒതുക്കി ഇരിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ വന്നിട്ട് എന്തൊക്കെ പഠിച്ചു എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പം ഋഷി പറഞ്ഞ്, ഇവിടെ ബാത്റൂം കക്കൂസ് ഇവൻ പഠിച്ച്, കിച്ചണിൽ കുറേ കാര്യം പഠിച്ചു. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കാർ ചെയ്യുന്ന ജോലിയാണ് അത്. അത്രയും നല്ലൊരു കാര്യമാണ്. നമ്മളെ ഈഗോയെ ഇതാക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ഋഷി എടുത്ത് പറഞ്ഞു. അതായത് ഈ ഒരു കാര്യവും അവൻ അടങ്ങി ഒതുങ്ങി ഇരിക്കുമെന്ന് ചോദിച്ചപ്പോൾ, നീ ഇപ്പോൾ അടങ്ങി ഒതുങ്ങി ഇരിക്കാനാണ് അവിടെ വന്നത്? അല്ല എനിക്ക് ആ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അതൊക്കെ പഠിച്ച് ഞാൻ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും പറഞ്ഞുകൊണ്ട് ഋഷി അങ്ങിരുന്നു. അവിടെ അവരാദ്യം പറഞ്ഞ വീഡിയോ ഇതെല്ലാം വെച്ചിട്ട് എല്ലായിടത്തും ലാലേട്ടൻ ചോദിച്ചു. എല്ലാവരും ആ ഒരു രീതിയിൽ അപ്പോൾ ഈ പറഞ്ഞ സംഭവം പിന്നെ ഇപ്പോൾ ഉള്ള മാറ്റങ്ങളൊക്കെ പറഞ്ഞ് വെച്ച് കുറേ പേര് പറഞ്ഞ്. അപ്സരയൊക്കെ വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അടുത്ത് എങ്ങനെ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നു അതുപോലെ ഞാനും തിരിച്ച് റിയാക്ട് ചെയ്യും, മോശമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഞാനും മോശമായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്സര ഭയങ്കര ഇതിൽ ഡയലോഗ് അടിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലാലേട്ടൻ ചോദിച്ചപ്പോൾ അപ്സര പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ അർജുനും പറഞ്ഞു, എനിക്ക് എന്തോടെ ഇമ്പ്രൂവ് ആവും, അവൻ കുറേ ഇമ്പ്രൂവ് ആയി, അന്ന് കുറച്ച് ഞാൻ ഡൗൺ ആയിരുന്നു, ഇമ്പ്രൂവ് ആവും എന്ന് പറഞ്ഞു. സായി കൃഷ്ണ പറഞ്ഞത്, സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു മനുഷ്യനായി, എൻ്റെ ഉള്ളിലൊരു മനുഷ്യനുണ്ടെന്ന് മനസ്സിലായി ഇവിടെ വന്നതിന് ശേഷമാണ്, ആദ്യം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും അങ്ങനത്തെ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുള്ള ജിൻഡു പറഞ്ഞതെന്ന് വെച്ചാൽ, ജിൻഡു ഭയങ്കര ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന ആളായിരുന്നു. ലാലേട്ടൻ തന്നെ എന്നെയും ഗബ്രിയും പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ വെച്ച്, പിന്നെ ഞാൻ എന്തിനു ചെയ്യണം? അപ്പം അങ്ങനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു, അത് ബാഡ് വേർഡ്സ് പറഞ്ഞതിന്. ഇപ്പം ഞാൻ ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജിൻഡോയും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അത് കഴിഞ്ഞിട്ടുള്ള കാര്യം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എവിക്ഷനായിരുന്നു. എവിക്ഷൻ പ്രക്രിയ എന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആയിരുന്നു. അതായത് ഈ എവിക്ഷനിലുണ്ടായിരുന്നത് അപ്സര, സായി കൃഷ്ണ, പിന്നെ ജിൻഡോ, ജാസ്മിന്, അഭി, നന്ദന, ഇവരിത്ര പേരുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ, ഇതിൽ പവർ ടീം ഓരോരുത്തരും അവർ പറയുന്ന ഓരോരുത്തരും ഒന്ന് ക്യൂ കാർഡ് എടുത്തിട്ട് ആ പേരിലുള്ളവർക്ക് ഒന്ന് മാലയിട്ട് കൊടുക്കും. മാലയിട്ട് കൊടുത്തിട്ട് അവരെ ആനയിച്ച് അകത്ത് കൊണ്ടുപോകും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പേര് വരാതെ ഒരാളുണ്ടാവും, ആ ഒരാൾ ഔട്ടാവും. ആദ്യം വന്നത് സായിയാണ്. അപ്പോൾ എല്ലാവരും സസ്പെൻസായിട്ട് നിന്ന് ഓരോരുത്തരെ ഇങ്ങനെ പോയി ഏറ്റവും ലാസ്റ്റ് സായിക്ക് കൊണ്ട് മാലയിടും. അപ്പോൾ അങ്ങനെയാണ് എല്ലാവർക്കും മാലയിട്ട് കൊണ്ടുപോകണത്. അപ്പോൾ മാലയിട്ട് ഒരു പാട്ടും ഇട്ടിട്ട് ഡാൻസ് കളിച്ച് ആനയിച്ച് കൊണ്ടുപോകും. ആദ്യം സായി വന്ന്, പിന്നെ രണ്ടാമത് വന്നത് നന്ദനയായിരുന്നു. നന്ദനയാണ് പിന്നെ രണ്ടാമത് സേവായത്. അത് കഴിഞ്ഞ് മൂന്നാമത് നമ്മളാ അപ്സര സേവായി. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും സേവാകുമ്പം ഓരോ പാട്ടുകളും ഉണ്ട്, അവരെല്ലാവരും ആലോചിച്ച് ഡാൻസ് കളിച്ച് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അപ്സര കഴിഞ്ഞിട്ട് പിന്നെ സേവായത് ജിൻഡോയുടെ സേവായത്. ജിൻഡോ സേവായപ്പോൾ പിന്നെ ബാക്കി പിന്നെ 2 പേരുണ്ട്. ആരൊക്കെ? ജാസ്മിനും അബിയും. അപ്പോൾ ഇവർ 2 പേർക്കും ഇനി ഒറ്റ ക്യൂ കാർഡേ ഉള്ളൂ തുറക്കാനായിട്ട്. അപ്പം അത് അനൗൺസ് ചെയ്യാനായിട്ട് അവിടെ ചെന്നിട്ട് ഓപ്പൺ ചെയ്താനായിട്ട് പറഞ്ഞത്. അപ്പം ശരണ്യാണ് ഓപ്പൺ ചെയ്തിട്ട് മാലയിട്ട് കൊടുത്തത് ഗബ്രിയാണ് കേട്ടോ. അപ്പോൾ
ആർക്കാണ് വരുന്നത്? സ്വാഭാവികമായിട്ട് ഗബ്രി കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ആരായിരിക്കും? ലാസ്റ്റ് അപ്പം ആര് ജാസ്മിനെ ഇട്ട് അബി പോയി, അബി ഔട്ടായി. അപ്പം ജാസ്മിനെ ഇട്ടിട്ട് മറ്റവരവിടെ വിഷമിച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഈ ജാസ്മിനും ഗബ്രിയും കൂടെ കെട്ടിപ്പിടിച്ച് കളിക്കുന്നു. ഇവർക്ക് കിട്ടിയെന്നുള്ള കെട്ടിപ്പിടിച്ചിരുന്നു. ഗബ്രിയും ആകാശത്തൊക്കെ നോക്കിയൊക്കെ നന്ദിയൊക്കെ കാണിക്കുന്നു. ഒറ്റ ഓടുന്ന വിഷമിച്ച് പോകുന്നതിൻ്റെ വിഷമത്തിൽ കുറച്ച് പേരൊക്കെ വന്ന് അവനെയും കെട്ടിപ്പിടിച്ച് പോണ ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ ജാസ്മിനും ഗബ്രിയും ഇങ്ങനെ ഈ കെട്ടിപ്പിടിച്ച് കളിക്കുകയാണ്. ഇതൊക്കെയാണ് അവരെ ഗുണങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഈ 50ാമത്തെ എപ്പിസോഡത്തെ കാഴ്ചകൾ. ഓക്കെ.